ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ പ്രൊമോയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കണ്ടു അമ്മായി ഫോൺ വിളിക്കുകയാണ് അനുപമയെ. വിളിച്ചിട്ട് പറയുകയാണ്, ഇങ്ങനെ നീ അവിടെ ജ്യൂസും ഒക്കെ കുടിച്ച് ആർമാദിച്ചിരുന്നു, നിന്റെ അച്ഛൻ അവിടെ വണ്ടി ഇടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അനുപമ ശരിക്കും അങ്ങോട്ട് ഞെട്ടിപ്പോവുകയാണ്. അപ്പോൾ അനുപമ ചോദിക്കുക, എന്താ പറ്റിയത് അങ്ങനെയൊക്കെ ചോദിക്കുക. അപ്പോൾ അതിനും അമ്മായി പറയണം, അതൊന്നും എനിക്കറിയില്ല, ചത്തോന്നോ ജീവനോടെ ഇരിപ്പുണ്ടോന്നോ ഒന്നും എനിക്കറിയത്തില്ല, നീ ഇങ്ങനെ ഇരുന്നു, നിന്റെ അച്ഛന് വേണ്ടി എന്തെങ്കിലും നിനക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. അവിടെ നിന്റെ അച്ഛൻ അവൻ്റെ കിടപ്പാണ്, അവിടെ അഞ്ജലി അവിടെ ഹോസ്പിറ്റലിലാണ് ഉള്ളത്, അന്ന് കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല, ചത്തോ ജീവിച്ചിരിപ്പോ ഒന്നും എനിക്കറിയത്തില്ല. അങ്ങനെ ഭയങ്കര ക്രൂവലായിട്ട് ശരിക്കും പറഞ്ഞാൽ അമ്മായി സംസാരിക്കുകയാണ്. അനുപമ ഇത് കേൾക്കുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം അച്ഛനാണല്ലോ, അപ്പോൾ എന്തൊക്കെ പറഞ്ഞ് എത്ര ദുഷ്ടയാണെന്ന് പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ ഒരു മനസ്സിലുണ്ടാവുമല്ലോ. അതുകൊണ്ട് ഇത് കേൾക്കുമ്പോൾ അനുപമ പെട്ടെന്ന് ഞെട്ടിയിരിക്കുകയാണ്. അപ്പോൾ അനുപമയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. അപ്പോൾ ഇത് അറിയാനായിട്ട് പറ്റും, എങ്ങനെ കണ്ടുപിടിക്കും, അച്ഛനിപ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ അനുപമ ആലോചിക്കുകയാണ്. അനുപമ അപ്പോൾ ഒരു വഴി എന്ന നിലയ്ക്ക് പതുക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രാമനുണ്ണിയെ കാണും. രാമനുണ്ണി വക്കീലോടേക്കും, ഇങ്ങനെ അഞ്ജലിയുടെ അച്ഛൻ ഇങ്ങനെ വണ്ടി ഇടിച്ച് കിടക്കുകയാണെന്ന് അറിഞ്ഞല്ലോ, ഹോസ്പിറ്റലാണെന്ന് കേട്ടല്ലോ എന്ന് ചോദിക്കും. അപ്പോൾ രാമനുണ്ണി വക്കീല് പറയും, അതെ, അത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന പാവം, എന്ത് ചെയ്യാൻ പറ്റുമല്ലേ എന്നൊക്കെ പറയും. അപ്പോൾ അനുപമയ്ക്ക് സംശയം തോന്നുകയാണ്, ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന കരങ്ങൾ രാമനുണ്ണിയുടേതാണോ എന്ന് അനുപമയ്ക്ക് സംശയം തോന്നുകയാണ്. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ട് ഒരു പിടിവള്ളി കിട്ടാൻ വേണ്ടി പതുക്കെ അനുപമ ചോദിക്കുകയാണ്, ഇതിന് പിന്നിൽ നമ്മുടെ ആളുകൾ വല്ലതുമാണോ പ്രവർത്തിച്ചത്? അത് കേൾക്കുമ്പോൾ തന്നെ രാമനുണ്ണി വക്കീൽ ഞെട്ടുകയാണ്. അനുപമ ഇത്ര പെട്ടെന്ന് ഇതെങ്ങനെ മനസ്സിലാക്കിയെന്ന്. അപ്പോൾ മിടുക്കി, നീ ഒരു വക്കീലാകേണ്ടവളാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് രാമനുണ്ണി വക്കീല് അനുപമയെ പൊക്കി പറയുകയാണ്. അതെ, ഇതിന് പിന്നിൽ നമ്മൾ തന്നെയാണ് മോളെ, ശരിക്കും പറഞ്ഞാൽ കുറുപ്പാണ് ഇതിന് പിന്നിൽ വേണ്ട കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ ചെയ്തത്. ഇനി അഞ്ജലിക്ക് ഇങ്ങനെ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി നടക്കാമെന്നൊക്കെ പറഞ്ഞ് വളരെയധികം സന്തോഷിക്കുകയാണ്. കുറച്ച് ഓറഞ്ച് മാപ്പിളൊക്കെ കൊണ്ട് കൊടുക്കട്ടെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്. ഇത് പെട്ടെന്ന് കേൾക്കുമ്പോൾ ആകെ അനുപമ ഷോക്കഡായി പോവുകയാണ്, മുഖഭാവമൊക്കെ ഇങ്ങനെ മാറും. അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ രാമനുണ്ണി വക്കീൽ പോകും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുപമ ക്രൂവലാണ് എങ്കിൽ പോലും അനുപമയ്ക്ക് അച്ഛൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുന്നു, അതിന് കുറച്ചൊക്കെ കാരണം താനുമാണ് എന്നൊക്കെ, കുറച്ചല്ല, താനും അതിനൊക്കെ ഒരു കാരണക്കാരിയാണ് എന്നൊരു കുറ്റബോധം ഒരു നിമിഷത്തിൽ കുറച്ചൊക്കെ അനുപമയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അനുപമ ഇങ്ങനെ പെട്ടെന്ന് മുഖഭാവം മാറി വിഷമിച്ച് അച്ഛനിപ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ആലോചിച്ച് നിൽക്കുന്ന ഒരു സീനാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവമൊക്കെയാണ് ആദ്യം എപ്പിസോഡിൽ ഉണ്ടായിരുന്നത്. പിന്നീട് അതിനുശേഷം കാണുന്നതിന് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുപമയെ തേടിയിട്ട് അനുപമയുടെ കൂട്ടുകാരൊക്കെ എത്തും. പക്ഷേ അവർക്ക് കുറേയൊക്കെ തപ്പിയിട്ട് പൈസ ഒന്നും ഒപ്പിച്ചു കൊടുക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ പറ്റുന്നില്ല. അപ്പോൾ അവരുള്ളതൊക്കെ നുള്ളിപ്പെറുക്കിയിട്ട് അഞ്ജലിക്ക് ഒപ്പിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ എന്നാലും അവർക്ക് അധികം പൈസ ഒന്നും കൊണ്ട് കൊടുക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഡോക്ടർ MRI സ്കാനൊക്കെ കഴിഞ്ഞിട്ട് ഡോക്ടർ വിളിക്കുകയാണ്, എങ്ങനെയുണ്ട് അച്ഛൻ എങ്ങനെയുണ്ടെന്നൊക്കെ പറയാം എന്നൊക്കെ പറഞ്ഞ് അഞ്ജലീനെ റൂമിലേക്ക് ഡോക്ടർ വിളിച്ചുകൊണ്ട് പോകും. ഇതിനിടയിൽ അച്ഛൻ എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ പോലും അത്ര കോൺഷ്യസ് അല്ല പുള്ളിക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല. അഞ്ജലി സംസാരിക്കാൻ ശ്രമിച്ചിട്ടൊന്നും മിണ്ടുന്നില്ല. അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ ഡോക്ടർ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ അഞ്ജലിയോട് പറയും, അപ്പോൾ ഇങ്ങനെ MRI സ്കാൻ ചെയ്തപ്പോൾ ചെറിയൊരു ഇഷ്യൂ കാണുന്നുണ്ട് എന്ന് ഡോക്ടർ പറയുകയാണ്. ഡോക്ടർ അഞ്ജലിയോട് പറയും, ഒരുപക്ഷെ അങ്ങനെ ഒരു ചെറിയൊരു ഇഞ്ചുറി ഇങ്ങനെ ബ്രെയിനിൽ കാണുന്നത് കൊണ്ട് ഒരു പക്ഷേ അച്ഛൻ പലപ്പോഴും അൺകോൺഷ്യസ് ആയിട്ടൊക്കെ പെരുമാറാനുള്ള ചാൻസുകൾ കാണുന്നുണ്ടെന്ന് ഡോക്ടർ പറയുകയാണ്. അപ്പോൾ അഞ്ജലി ചോദിക്കുക, എന്താ അച്ഛന് പറ്റിയത്, അച്ഛന് എന്തായിരിക്കും ഉണ്ടാവാനായിട്ട് പോകുമ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ ഡോക്ടർ പറയും, ഒരുപക്ഷെ ചില കാര്യങ്ങൾ ഓർത്ത് വെക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചറിയാതിരിക്കാനോ അങ്ങനെ ഇഷ്യൂസൊക്കെ കാണുന്നുണ്ട്, ഒരുപക്ഷെ സർജറിയൊക്കെ വേണ്ടി വന്നേക്കാം, ചിലപ്പോൾ സർജറി വരെ വേണ്ടി വന്നേക്കാം എന്നൊക്കെ ഡോക്ടർ പറയുകയാണ്. അപ്പോൾ സർജറി വേണ്ടി ഒരു പക്ഷെ വന്നേക്കാം എന്ന് കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ജലിക്കുട്ടി അങ്ങ് ആകെ തളർന്നു പോകും. അപ്പോൾ ഡോക്ടർ പറയും, ഇപ്പോൾ വിഷമിക്കേണ്ട, എന്താണെങ്കിലും ഇപ്പോൾ ഒബ്സർവേഷൻ കഴിഞ്ഞ് നമുക്ക് ഡിസ്ചാർജ് ആക്കി നമുക്ക് വിടാം, പിന്നീട് ഇഷ്യൂ വരുവാണെങ്കിൽ നമുക്ക് അപ്പം നോക്കാമെന്ന് പറയും. അപ്പോൾ ശരി ഡോക്ടർ എന്ന് പറഞ്ഞ് അഞ്ജലി പോകാൻ തുടങ്ങുമ്പോൾ എങ്കിലും അഞ്ജലിക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അഞ്ജലി വീണ്ടും ഡോക്ടറോട് ചോദിക്കും, ഈ സർജറിയൊക്കെ വേണ്ടി വരികയാണെങ്കിൽ അതിന് എത്ര രൂപ ആകുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ അഞ്ജലി ഡോക്ടറോട് ചോദിക്കും. അപ്പോൾ ഡോക്ടർ പറയും, അത് ഒരുപാട് എമൗണ്ട് ആകും,
ഏകദേശം 10-12 ലക്ഷം രൂപയോളം ആകുമെന്ന്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു അത്രയും എമൗണ്ട് കേട്ടപ്പോൾ അഞ്ജലി ശരിക്കും പറഞ്ഞാൽ ഭൂമി പിളർന്ന് താഴേക്ക് പോകുന്ന ഒരവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ ഉള്ളത്. കാരണം ഒരു 12,000 രൂപ ഒപ്പിക്കാൻ പോലും അഞ്ജലിക്കുട്ടിക്ക് പറ്റിയിട്ടില്ല. അതിൻ്റെ 100 ഇരട്ടി എമൗണ്ടാണ് ഒരു സർജറിക്ക് വേണ്ടി വരിക എന്ന് കേട്ടപ്പോൾ അഞ്ജലിയുടെ ആ ഒരു അവസ്ഥ എന്തായിരിക്കും നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. എന്താണെങ്കിലും ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് വളരെ വിഷമത്തോടെ തന്നെയാണ് അഞ്ജലി കുട്ടി പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അമ്മ ഒന്ന് ചോദിക്കും, എങ്ങനെയുണ്ട് ഡോക്ടർ എന്താ പറഞ്ഞത്? അമ്മയോട് അഞ്ജലി പറയും, കുഴപ്പമൊന്നുമില്ല അമ്മ എന്നൊക്കെ പറയും. മുഖം വാരിയാണ് അഞ്ജലി കുട്ടിയുടെ ഇരിക്കുന്നത്. അപ്പോൾ അമ്മ പറയും, നീ എന്നോട് കള്ളം പറയില്ല, എന്താ ഡോക്ടർ പറഞ്ഞു, ഒന്നും പറയുന്നൊക്കെ പറയുമ്പം അഞ്ജലി പറയും, അമ്മ ഒരുപാട് പൈസയൊക്കെ ആകുമെന്നാണ് പറഞ്ഞത്, ഒരു സർജറി ചിലപ്പോൾ വേണ്ടി വന്നേക്കാന്നാണ് ഡോക്ടർ പറയുന്നതെന്ന് പറയും. അപ്പോൾ അമ്മ ചോദിക്കും, അയ്യോ അതിനൊക്കെ ഒരുപാട് പൈസ വേണ്ടി വരും, 10-35,000 ഒക്കെ വേണ്ടി വരത്തില്ലെന്ന് ചോദിക്കുമ്പോൾ അഞ്ജലി പറയും, അമ്മേ 10-35,000 ഒന്നും അല്ല അമ്മേ, 12 ലക്ഷം രൂപയൊക്കെ ആകും. അത് കേൾക്കുമ്പോൾ ശ്യാമളാമ്മ അങ്ങ് എന്താ പറയുക, ശരിക്കും ഞെട്ടി തിരിച്ചു പോവുകയാണ്. ഇതിന് മാത്രം പാപം ഞങ്ങൾ എന്ത് ചെയ്തു ദൈവമേ എന്നൊക്കെ പറഞ്ഞ് തലയിൽ കൈവച്ച് പോകുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ബില്ല് പേയ്മെൻറ്റ് നടക്കുന്ന സെക്ഷനിൽ അന്നത്തെ ദിവസം ഉണ്ടായിരുന്ന പുള്ളിക്കാരി തിരിച്ചു പോവുകയാണ്. അപ്പോൾ അവരൊക്കെ മാല തിരിച്ചു കൊടുത്തു, അവർ ബില്ല് സെറ്റിൽ ചെയ്തോന്ന് മറ്റേ അവിടെ ഇരിക്കുന്ന ആളോട് ചോദിക്കുമ്പോൾ അവർ പറയും, ആ ബിൽ സെറ്റിൽ ചെയ്തു, ആ പയ്യൻ സെറ്റിൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരാളെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോൾ ആരാന്ന് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് ആ പുള്ളിക്കാരി അവിടെ നിന്ന് പോയിട്ട് പോകുന്ന വഴിക്ക് അഞ്ജലിയെ കാണാം. അപ്പോൾ അഞ്ജലി ചോദിക്കും, ഞങ്ങൾ ബില്ല് സെറ്റിൽ ചെയ്യാം കേട്ടോ, മാല അവിടെ ഞങ്ങൾ മാല മേടിക്കാം, ഞങ്ങളിപ്പോൾ ഉടനെ സെല്ല് ചെയ്യാം കേട്ടോ എന്നൊക്കെ പറയും. അപ്പോൾ തന്നെ പുള്ളിക്കാരി പറയും, ആ ബില്ലൊക്കെ ഓൾറെഡി ഒരു പയ്യൻ വന്ന് സെല്ല് ചെയ്തല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ അത് ബില്ല് സെല്ല് ചെയ്തു. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേനും അഞ്ജലിയും അമ്മയും അത് ഞെട്ടിപ്പോയി, ഇത് ആരായിരിക്കും അത് സെല്ല് ചെയ്തത്, വേറെ ആരും അവിടെ വന്നിട്ടില്ല, ഇത് ആരായിരിക്കും ഈ സംഭവം സെല്ല് ചെയ്തത് എന്നങ്ങനെ അഞ്ജലി ആലോചിച്ച് പോവുകയാണ്. അപ്പോൾ അതിനിടയിൽ അമ്മ ഒരു സ്ഥലത്തേക്ക് മാല പോയി കളക്ട് ചെയ്യാനായിട്ട് അഞ്ജലി പറയും, ഇത് ആരാണ് എന്നറിയാൻ വേണ്ടിയിട്ട് അഞ്ജലി പോവുകയാണ്. അങ്ങനെ അഞ്ജലി അവിടെ ചെന്ന് റിസപ്ഷനിൽ അവിടെ ചെന്ന് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേനും ഒരാളെ കാണുകയാണ്. അത് കണ്ട ആളെ കാണുമ്പോഴത്തേനും അഞ്ജലിക്കുട്ടി ഞെട്ടി തടിച്ച് നിൽക്കുന്നതോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ നാളത്തെ പ്രൊമോയാണ് വന്നിട്ടുള്ളത്. നാളത്തെ പ്രൊമോയിൽ അഞ്ജലി നോക്കുമ്പോൾ നമുക്കറിയാം ആരാണ് വരാൻ പോകുന്നതെന്ന്. അത് അർജുൻ തന്നെയായിരിക്കും. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അർജുൻ ശരിക്കും എത്ര വിഷമമായിട്ടുണ്ടാവും അല്ലേ, അവിടെ അഞ്ജലിയുടെ അമ്മയുടെ കെട്ടുതാലി അവിടെ ഊരി വെച്ചിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് കാണുമ്പോൾ ശരിക്കും അർജുൻ എന്തൊരു വിഷമമായിട്ടുണ്ടാവും. അതായിരിക്കും രണ്ടാമതൊന്നും ആലോചിക്കാതെ അർജുൻ കയറി ബില്ലെല്ലാം സെല്ല് ചെയ്തിട്ടുണ്ടാവുക. ഒരു പക്ഷേ അഞ്ജലി നാളെ ബില്ല് സെല്ല് ചെയ്യണ്ടായിരുന്നു എന്നൊക്കെ പറയുമെങ്കിലും കുഴപ്പമില്ല, തൻ്റെ സാലറി തനിക്ക് ഞങ്ങൾ ധാരാളം പൈസ സാലറിയുടെ കൂട്ടത്തിൽ കൂട്ടിക്കോളാം എന്നൊക്കെ ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് അഞ്ജലിയുടെ അഭിമാനത്തിന് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ മിക്കവാറും അർജുൻ പറയുമായിരിക്കും. എന്താണെങ്കിലും അങ്ങനെ ഒരു സംഭവമൊക്കെ ആയിരിക്കും നാളെ നടക്കാം. അർജുനാണെന്ന് ഓൾറെഡി നമ്മളെ പ്രൊമോയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അർജുനാണ് ഹോസ്പിറ്റലിൽ വന്ന് ബില്ലൊക്കെ സെറ്റിൽ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം. അപ്പോൾ അതിനൊപ്പം തന്നെ അടുത്ത കുറച്ച് സീനുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമുക്കറിയാം SI വളരെയധികം സപ്പോർട്ടാണ് അഞ്ജലിക്കുട്ടിക്ക് അല്ലേ. അപ്പോൾ ഈ SI ചെന്നിട്ട് രാഘവൻ ഉണ്ണിയുടെ അടുത്തൊക്കെ പോയി ചോദിക്കുന്നുണ്ട്, അഞ്ജലിയെ ഉപദ്രവിക്കാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തല്ലേ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ചോദിച്ച് രാഘവൻ ഉണ്ണിയെ നല്ല രീതിയിൽ ചൊറിയുന്നുണ്ട്. വളരെ നല്ലൊരു സീൻ തന്നെയാണ്. അതിനൊപ്പം തന്നെ ഗുണ്ടായിസം കാട്ടുന്ന രാമനുണ്ണി വക്കീലിൻ്റെ പോലീസ് എന്നിട്ട് നമ്മുടെ ഓട്ടോ ഡ്രൈവറെ അഞ്ജലിക്കുട്ടിയുടെ ഫ്രണ്ടായ ഓട്ടോ ഡ്രൈവറെ കിടന്ന് അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ക്രൂവലായിട്ടുള്ള കുറച്ച് സീനുകളും നാളെയുണ്ട്. എന്താണെങ്കിലും അഞ്ജലിക്കുട്ടിയുടെ കയ്യിൽ ആ തെളിവായിട്ട് ആ CCTV ദൃശ്യങ്ങൾ കിട്ടിയത് തന്നെയാണ് രാമനുണ്ണി വക്കീലിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചടിയായിട്ട് ഇപ്പോഴും ഒരു പിടിവലിയായിട്ട് അഞ്ജലിക്കുട്ടിയുടെ കയ്യിലുള്ളത്. എന്താണെങ്കിലും അത് തിരിച്ചു കിട്ടാൻ വേണ്ടി, അത് നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാമനുണ്ണി വക്കീൽ നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്താണെങ്കിലും നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുക. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ടേക്ക് കെയർ. ബൈ ബൈ.